ജയ് ഹിന്ദ് സുഹൃത്തുക്കളെ, ഓരോ ഇന്ത്യക്കാരനും അങ്ങേയറ്റം അഭിമാനം തരുന്ന വളരെ സങ്കീർണമായ ഏറ്റവും പുതിയൊരു ഡിഫൻസ് ടെക്നോളജി വളരെ ലളിതമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് അവതരിപ്പിക്കാം. ഒരു എഞ്ചിൻ്റെ ഉള്ളിൽ സാധാരണ പോലെ തീ കത്തുന്നതിന് പകരം തുടർച്ചയായിട്ട് ചെറിയ സ്ഫോടനങ്ങൾ നടക്കുന്നു എന്ന് വിചാരിക്കുക. എഞ്ചിനുള്ളിൽ സ്ഫോടനമോ അപ്പോൾ എഞ്ചിൻ പൊട്ടിപ്പോകില്ല എന്നായിരിക്കും സ്വാഭാവികമായിട്ടും നമ്മുടെ സംശയം. ഇവിടെ പറയുന്നത് വളരെ കൃത്യമായിട്ട് നിയന്ത്രിക്കപ്പെട്ട ഒരു സ്ഫോടന തരംഗം എഞ്ചിനുള്ളിലെ വൃത്താകൃതിയിലുള്ള അറയിലൂടെ അതിവേഗത്തിൽ ചുറ്റിക്കൊണ്ടിരിക്കും. അതിലൂടെ ഉണ്ടാകുന്ന വലിയ മർദ്ദം മിസൈലിനെയോ വിമാനത്തെയോ റോക്കറ്റിനെയോ അതിശക്തമായിട്ട് മുന്നോട്ട് തള്ളും. ഇതാണ് റൊട്ടേറ്റിംഗ് ഡിറ്റനേഷൻ എഞ്ചിൻ, ചുരുക്കി പറഞ്ഞാൽ RDE. ഭാവിയിലെ ക്രൂസ് മിസൈലുകൾ, അതിവേഗ ഡ്രോണുകൾ, റോക്കറ്റുകൾ, ബഹിരാകാശ വാഹനങ്ങൾ, ഒരുപക്ഷെ ചില ഹൈപ്പർസോണിക് സംവിധാനങ്ങൾ വരെ മാറ്റിമറിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയായിട്ടാണ് ലോകം ഇതിനെ കാണുന്നത്. ഇപ്പോൾ ഇന്ത്യയും ഈ മത്സരത്തിലേക്ക് ശ്രദ്ധേയമായ ഒരു ചുവട് വെച്ചിരിക്കുകയാണ്. സുഹൃത്തുക്കളെ നമസ്കാരം. രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിൻ്റെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. IIT മദ്രാസിൽ ഇൻക്യുബേറ്റ് ചെയ്ത ഡി-പ്രൊപ്പൽസ് എന്ന ഇന്ത്യൻ പ്രതിരോധ പ്രൊപ്പൽഷൻ സ്റ്റാർട്ടപ്പ് തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച 5 കിലോ ന്യൂട്ടൺ ശേഷിയുള്ള ഒരു എയർ ബ്രീതിങ് RDE വിജയകരമായിട്ട് പരീക്ഷിച്ചതായിട്ട് 2026 ജൂലൈ 28 പ്രഖ്യാപിച്ചു. ഈ പരീക്ഷണം നടന്നത് DRDOയുടെ സർക്കാർ പരീക്ഷണ കേന്ദ്രത്തിലാണ്. അതിലും ശ്രദ്ധേയമായ കാര്യം RDE എഞ്ചിനോടൊപ്പം എയറോസ്പൈക്ക് നോസിൽ എന്ന മറ്റൊരു നൂതന സംവിധാനവും കൂടെ പരീക്ഷിച്ചു എന്നുള്ളതാണ്. ഈ സാങ്കേതികവിദ്യ ഇപ്പോൾ ടെക്നോളജി റെഡിനെസ് ലെവൽ 5, അതായത് TRL5 നിലവാരത്തിൽ എത്തിയിട്ടുണ്ട്. 2027 ഡിസംബറോടെ പറക്കാൻ തയ്യാറായ ഒരു പ്രോട്ടോടൈപ്പ് നിർമ്മിക്കുകയാണ് അവരുടെ അടുത്ത ലക്ഷ്യം. പക്ഷെ ഒരു ചോദ്യം വരാം, വെറും 5 കിലോ ന്യൂട്ടൺ ത്രസ്റ്റുള്ള ഒരു പരീക്ഷണ എഞ്ചിൻ വിജയിച്ചതിന് എന്തിനാണ് ഇത്ര പ്രാധാന്യം നൽകുന്നത് എന്ന്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം സാധാരണ എഞ്ചിനും RDEയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. സാധാരണ എഞ്ചിനിൽ എന്താണ് നടക്കുന്നത്? നമ്മുടെ വീടുകളിലെ ഗ്യാസ് സ്റ്റവ് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. ഗ്യാസ് പുറത്തു വരുന്നു, അത് വായുവുമായിട്ട് കലരുന്നു, തീ കൊടുത്താൽ ഒരു സ്ഥിരമായ ജ്വാലയായിട്ട് അത് കത്തിക്കൊണ്ടിരിക്കും. സാധാരണ ജെറ്റ് എഞ്ചിനിലും അടിസ്ഥാനപരമായിട്ട് ഇതിന് സമാനമായ ഒരു രീതിയാണ് നടക്കുന്നത്. ആദ്യം കംപ്രസർ പുറത്തു നിന്നുള്ള വായുവിനെ ഞെരുക്കുന്നു, അതിലേക്ക് ഇന്ധനം ചേർക്കുന്നു, പിന്നീട് ആ ഫ്യൂവൽ ആൻഡ് എയർ മിക്സ്ചറിൽ കമ്പസ്റ്റൻ ചേമ്പറിൽ വെച്ചിട്ട് തുടർച്ചയായിട്ട് കത്തിക്കുന്നു. ഈ കത്തലിനെ സാങ്കേതിക ഭാഷയിൽ ഡീഫ്ലാഗ്രേഷൻ എന്നാണ് വിളിക്കുന്നത്. ഇവിടെ തീ ഇന്ധനത്തിലൂടെ പടരുന്നത് ശബ്ദത്തിനേക്കാളും കുറഞ്ഞ വേഗത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഇത് വളരെ വേഗത്തിലുള്ള കത്തലാണ്, പക്ഷേ യഥാർത്ഥ സ്ഫോടന തരംഗമല്ല. RDEയിൽ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. അവിടെ ഇന്ധനം സാവധാനത്തിൽ കത്തുന്നതിന് പകരം ഒരു ഡിറ്റനേഷൻ അഥവാ സ്ഫോടനമാണ് നടക്കുന്നത്. ഈ സ്ഫോടന തരംഗം ശബ്ദത്തെക്കാളും വേഗത്തിലാണ് നീങ്ങുന്നത്. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ സാധാരണ എഞ്ചിൻ ഇന്ധനത്തെ ഒരു അടുപ്പിൽ കത്തിക്കുന്ന പോലെയാണ്. RDE ആകട്ടെ വളരെ ചെറിയ സ്ഥലത്ത് തുടർച്ചയായ നിയന്ത്രിത സ്ഫോടനങ്ങൾ സൃഷ്ടിച്ച് അതേ ഇന്ധനത്തിൽ നിന്ന് കൂടുതൽ കാര്യക്ഷമമായിട്ട് പവർ ജനറേറ്റ് ചെയ്യുന്ന സംവിധാനമാണ്. RDEയുടെ കമ്പസ്റ്റൻ ചേമ്പർ സാധാരണയായിട്ടൊരു വളയത്തിൻ്റെ രൂപത്തിലായിരിക്കും. ഇപ്പം തന്നെ 2 സ്റ്റീൽ പൈപ്പുകൾ എടുക്കുക, ഒരു ചെറിയ പൈപ്പ് വലിയ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കുക. ഈ 2 പൈപ്പുകൾക്കിടയിൽ വൃത്താകൃതിയിൽ ഒരു ചെറിയ ഇടം ലഭിക്കുമല്ലോ, അതാണ് ആനുലാർ ചേമ്പർ. ഈ ആനുലാർ ചേമ്പറിലേക്ക് ഇന്ധനവും വായുവും തുടർച്ചയായിട്ട് നൽകും. എഞ്ചിൻ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇഗ്നിഷൻ സിസ്റ്റം ഒരു ഡിറ്റനേഷൻ വേവ്, അതായത് സ്ഫോടന തരംഗം സൃഷ്ടിക്കും. ഈ സ്ഫോടന തരംഗം വൃത്താകൃതിയിലുള്ള ചേമ്പറിൻ്റെ ഉള്ളിലൂടെ അതിവേഗത്തിൽ ചുറ്റാൻ തുടങ്ങും. തരംഗം ഒരു ഭാഗത്തുകൂടി കടന്നു പോകുമ്പോൾ അവിടെയുള്ള ഫ്യൂവൽ ആൻഡ് എയർ മിക്സ്ചർ പെട്ടെന്ന് കത്തുകയും വലിയ മർദ്ദം സൃഷ്ടിക്കുകയും ചെയ്യും. അതിലൂടെ രൂപപ്പെടുന്ന ചൂടുള്ള വാതകങ്ങൾ പിന്നിലൂടെ പുറത്തേക്ക് പോകും. ന്യൂട്ടൻ്റെ 3ാം ചലന നിയമപ്രകാരം എഞ്ചിൻ മുന്നോട്ട് തള്ളപ്പെടും. തരംഗം കടന്നുപോയ സ്ഥലത്ത് ഉടൻ തന്നെ പുതിയ ഇന്ധനവും വായുവും നിറയും. വട്ടം ചുറ്റി എത്തുന്ന അതേ ഡിറ്റനേഷൻ വേവ് വീണ്ടും അതിനെ പൊട്ടിത്തെറിപ്പിക്കും. ഇങ്ങനെ ഈ പ്രക്രിയ തുടർന്നു കൊണ്ടേയിരിക്കും. ഒരു സെക്കൻഡിനുള്ളിൽ 100 കണക്കിനോ 1000 തവണ ഡിറ്റനേഷൻ വേവിന് ചേമ്പറിൻ്റെ ഉള്ളിൽ ചുറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ RDEയുടെ യഥാർത്ഥ നേട്ടം എന്താണ്? വളരെ ചെറിയ കമ്പസ്റ്റൻ ചേമ്പറിൽ അതിവേഗം എനർജി റിലീസ് ചെയ്യാൻ കഴിയുന്നു എന്നതാണ് പ്രധാന കാര്യം. സാധാരണഗതിയിലെ പരമ്പരാഗത കമ്പസ്റ്റൻ ചേമ്പറുകൾക്ക് ഒരുപാട് നീളം വേണം.
അതേസമയം ഡിറ്റനേഷൻ കമ്പസ്റ്റൻ ഉപയോഗിക്കുമ്പോൾ ഈ നീളം ഗണ്യമായിട്ട് കുറയ്ക്കാൻ കഴിയുമെന്നാണ് നാസ പോലെയുള്ള ഗവേഷണ സ്ഥാപനങ്ങളും പറയുന്നത്. അതായത് പ്രൊപ്പൽഷൻ സിസ്റ്റം ചെറുതാക്കാനും അങ്ങനെ ഇതിൻ്റെ ഭാരം കുറയ്ക്കാനും നമുക്ക് സാധിക്കും. ഒരു മിസൈലിലെ എൻജിൻ ചെറുതാകുമ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ആദ്യത്തെ സാധ്യത ലാഭിച്ച സ്ഥലത്ത് കൂടുതൽ ഇന്ധനം നിറയ്ക്കാം. കൂടുതൽ ഇന്ധനം ലഭിച്ചാൽ മിസൈലിൻ്റെ ദൂരപരിധി വർദ്ധിപ്പിക്കാം. രണ്ടാമത്തെ സാധ്യത വലിയ വാർഹെഡ്, മെച്ചപ്പെട്ട സീക്കർ, കൂടുതൽ ശക്തമായ ഇലക്ട്രോണിക് സിസ്റ്റംസ് ഇതൊക്കെ ഘടിപ്പിക്കാം. മൂന്നാമത്തെ സാധ്യത പഴയ മിസൈലിൻ്റെ അതേ ശേഷി നിലനിർത്തിക്കൊണ്ട് വലിപ്പം കുറഞ്ഞ പുതിയൊരു മിസൈൽ നിർമ്മിക്കാം. പുതിയ മിസൈൽ ചെറുതാക്കാൻ കഴിഞ്ഞാൽ അതേ സ്ഥലത്ത് കൂടുതൽ മിസൈലുകൾ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചും സ്റ്റെൽത്ത് വിമാനങ്ങളെ സംബന്ധിച്ച് ഇത് കൂടുതൽ പ്രധാനമാണ്. കാരണം അവരുടെ ആയുധങ്ങൾ സാധാരണയായിട്ട് പുറത്തല്ല, വിമാനത്തിൻ്റെ ഉള്ളിലെ ഇൻറ്റേർണൽ വെപ്പൺ ബേയിലാണ് വെക്കുന്നത്. അവിടെ ഓരോ സെൻറ്റിമീറ്റർ സ്ഥലത്തിനും വലിയ വിലയുണ്ട്. അതുപോലെ തന്നെ RDE ഉപയോഗിച്ചാൽ മിസൈലുകളുടെ റേഞ്ചും 30 മുതൽ 50% വരെ വർദ്ധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ RDE ഉപയോഗിച്ച് മാക്ക് 3 മുതൽ മാക്ക് 5 വരെയുള്ള അതിവേഗ സംവിധാനങ്ങൾ വികസിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ റൊട്ടേറ്റിംഗ് ഡിറ്റനേഷൻ കമ്പസ്റ്ററിനെ റാംജെറ്റ്, ഡ്യുവൽ മോഡ് റാംജെറ്റ് തുടങ്ങിയ സംവിധാനങ്ങളോടൊപ്പം ചേർത്താൽ കൂടുതൽ കോമ്പാക്റ്റായ ഹൈപ്പർസോണിക് പ്രൊപ്പൽഷൻ സിസ്റ്റം നിർമ്മിക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയറോസ്പൈക്ക് നോസിൽ എന്തിനാണ് ഉപയോഗിച്ചതെന്നാണ്. സാധാരണ RDE എഞ്ചിനിലെ എയറോസ്പൈക്ക് നോസിൽ ഒരു നിർബന്ധിത ഘടകമല്ല. പക്ഷേ ഇന്ത്യൻ പരീക്ഷണത്തിൽ RDEയോടൊപ്പം എയറോസ്പൈക്ക് നോസിൽ ഉപയോഗിച്ചത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം സാധാരണ റോക്കറ്റ് എഞ്ചിനുകളുടെ പിന്നിൽ കാണുന്ന ഒരു മണിയുടെ ആകൃതിയിലുള്ള ഭാഗം ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, അതാണ് ബെൽ നോസിൽ. ബെൽ നോസിൽ ഒരു പ്രത്യേക അറ്റ്മോസ്ഫറിക് പ്രഷറിൽ ഏറ്റവും മികച്ച പ്രകടനം നൽകുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്യുന്നത്. പക്ഷേ റോക്കറ്റോ മിസൈലോ ഉയരത്തിലേക്ക് പോകുമ്പോൾ പുറത്തുള്ള വായുമർദ്ദം മാറിക്കൊണ്ടിരിക്കും. സമുദ്രനിരപ്പിലെ വായുമർദ്ദമല്ല ഉയർന്ന ആകാശത്തുണ്ടാവുക. എയറോസ്പൈക്ക് നോസിലിൽ എക്സോസ്റ്റ് ഗ്യാസ് ഒരു മധ്യത്തിലുള്ള സ്പൈക്കിൻ്റെ ചുറ്റിലൂടെയാണ് വികസിക്കുന്നത്. അങ്ങനെ പുറത്തുള്ള അറ്റ്മോസ്ഫറിക് പ്രഷർ മാറുമ്പോൾ എക്സോസ്റ്റ് ഫ്ലോയുടെ രൂപം ഒരു പരിധിവരെ സ്വയം ക്രമീകരിക്കാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ താഴ്ന്ന ഉയരത്തിലും ഉയർന്ന ഉയരത്തിലും നല്ല എഫിഷ്യൻസി നിലനിർത്താനായിട്ട് ഇതിന് സാധ്യതയുണ്ട്. ഇനി നമ്മൾ ഇന്ത്യക്കാർക്ക് അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഏതെല്ലാം രാജ്യങ്ങളാണ് ഈ മേഖലയിൽ മുന്നിലുള്ളതെന്ന്. അമേരിക്കയാണ് RDE സാങ്കേതികവിദ്യയിൽ ഏറ്റവും വ്യാപകമായിട്ട് പ്രവർത്തിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന്. നാസ 3D പ്രിന്റഡ് റൊട്ടേറ്റിംഗ് ഡിറ്റനേഷൻ റോക്കറ്റ് എഞ്ചിൻ 100 കണക്കിന് സെക്കൻഡ് പ്രവർത്തിപ്പിക്കുകയും 1000 കണക്കിന് പൗണ്ട് ത്രസ്റ്റ് നേടുകയും ചെയ്തിട്ടുണ്ട്. ജപ്പാൻ 2021 ജാക്സയുടെ സൗണ്ടിംഗ് റോക്കറ്റ് ഉപയോഗിച്ച് ഡിറ്റനേഷൻ എഞ്ചിൻ ബഹിരാകാശത്ത് പ്രവർത്തിപ്പിച്ചു. സ്പേസ് എൻവയൺമെന്റിൽ ഈ ആശയം പരീക്ഷിച്ച ആദ്യത്തെ ഫ്ലൈറ്റ് ഡെമോൺസ്ട്രേഷൻസിൽ ഒന്നായിരുന്നു അത്. പിന്നെ ചൈന റൊട്ടേറ്റിംഗ് ഡിറ്റനേഷൻ, ഒബ്ലിക് ഡിറ്റനേഷൻ, ഹൈപ്പർസോണിക് പ്രൊപ്പൽഷൻ തുടങ്ങിയ മേഖലകളിൽ വൻതോതിൽ ചൈനയും ഗവേഷണം നടത്തുന്നുണ്ട്. റഷ്യയ്ക്കും സോവിയറ്റ് കാലം മുതൽ തന്നെ ഡിറ്റനേഷൻ പ്രൊപ്പൽഷൻ സംബന്ധിച്ച ഗവേഷണ പാരമ്പര്യമുണ്ട്. പിന്നെ ജർമ്മനി, പോളണ്ട്, ഫ്രാൻസ്, ദക്ഷിണ കൊറിയ, സിംഗപ്പൂർ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളും ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർക്കണം. ഈ രാജ്യങ്ങൾ RDE വികസിപ്പിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ RDE പ്രൊപ്പൽഷൻ ഉപയോഗിക്കുന്ന പൂർണ്ണമായ ഒരു കോമ്പാറ്റ് മിസൈൽ ഇതുവരെ എവിടെയും സൈനിക സേവനത്തിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് ഇന്ത്യ വൈകിയല്ല ഈ മത്സരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സാങ്കേതികവിദ്യ ലബോറട്ടറിയിൽ നിന്ന് ഓപ്പറേഷണൽ സിസ്റ്റംസിലേക്ക് മാറ്റുന്ന നിർണായക സമയത്താണ് ഇന്ത്യയും രംഗത്തിറങ്ങുന്നത്. അപ്പം നമ്മൾ ചോദിക്കും, ഇന്ത്യൻ സൈന്യത്തിൽ ആദ്യം എവിടെയായിരിക്കും ഇത് ഉപയോഗിക്കാൻ പോകുന്നത് എന്ന്. കാരണം RDE എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഒരു ഹൈപ്പർസോണിക് മിസൈലായിരിക്കും. പക്ഷേ ആദ്യത്തെ പ്രായോഗിക ഉപയോഗം അതായിരിക്കണമെന്നില്ല. ഹൈസ്പീഡ് ടാർഗറ്റ് ഡ്രോണുകളിൽ ഇത് ആദ്യം ഉപയോഗിക്കാം. അതിനുശേഷം എയർ ടു എയർ മിസൈൽ, ആൻറ്റി ഷിപ്പ് മിസൈൽ, ലാൻഡ് അറ്റാക്ക് ക്രൂസ് മിസൈൽ, ലോങ് റേഞ്ച് മിസൈൽ, അതുപോലെ സ്റ്റെൽത്ത് കോമ്പാറ്റ് ഡ്രോണുകളിലും ഈ സാങ്കേതികവിദ്യ ഉപകാരപ്പെടും. പിന്നെ സ്പേസ് ലോഞ്ചർ, അപ്പർ സ്റ്റേജ്, സാറ്റലൈറ്റ് പ്രൊപ്പൽഷൻ തുടങ്ങിയ ബഹിരാകാശ മേഖലകളിലും ഇത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. സാധാരണ ടർബൈൻ എഞ്ചിനുകളെ അപേക്ഷിച്ച് മൂവിംഗ് പാർട്സ് കുറയ്ക്കാൻ കഴിയും. അതുവഴി ഭാവിയിൽ മാനുഫാക്ചറിങ് കോസ്റ്റ് കുറയ്ക്കാനും മെയിൻ്റനൻസ് ലളിതമാകാനും സാധ്യതയുണ്ട്. പക്ഷേ ഇന്ത്യക്ക് ഒരുപാട് ദൂരം ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. TRL-5 എന്ന് പറയുന്നത് ഓപ്പറേഷണൽ മിസൈൽ തയ്യാറായി എന്നല്ല. ഈ സാങ്കേതികവിദ്യ യഥാർത്ഥ ഉപയോഗത്തോട് സാമ്യമുള്ള ഒരു സാഹചര്യത്തിൽ പ്രവർത്തിക്കും എന്ന് തെളിയിച്ച ഘട്ടമാണ് TRL-5. ഇനി
എഞ്ചിൻ ഒരു ഫ്ലൈയിങ് ടെസ്റ്റ് വെഹിക്കിളിൽ ഘടിപ്പിക്കണം. സീ ലെവൽ മുതൽ ഉയർന്ന ഓൾട്ടിറ്റ്യൂഡ് വരെ എയർ ഇൻടേക്ക് ശരിയായിട്ട് പ്രവർത്തിക്കണം. മിസൈലിൻ്റെ വേഗം മാറുമ്പോഴും ഫ്യൂവൽ ഇഞ്ചക്ഷൻ കൃത്യമായിട്ട് നടക്കണം. ഡിറ്റനേഷൻ വേവ് അണഞ്ഞു പോകാതെയും ക്രമം തെറ്റാതെയും നിലനിർത്തണം. ഒരേ സമയം ഒന്നിലധികം ഡിറ്റനേഷൻ വേവുകൾ രൂപപ്പെട്ടാൽ അവ നിയന്ത്രിക്കാനായിട്ട് സാധിക്കണം. പിന്നെ RDE സൃഷ്ടിക്കുന്ന വൈബ്രേഷൻ മിസൈലിൻ്റെ ഗൈഡൻസ് കമ്പ്യൂട്ടർ, സീക്കർ, ഇലക്ട്രോണിക് കോമ്പണൻസ് എന്നിവയെ ബാധിക്കരുത്. എഞ്ചിനിൽ നിന്നുള്ള വലിയ ചൂട് എയർ ഫ്രെയിമിനെ തകരാറിലാക്കരുത്. ഇൻഫ്രാറെഡ് സിഗ്നേച്ചർ നിയന്ത്രിക്കണം, അല്ലെങ്കിൽ ശത്രുവിൻ്റെ ഇൻഫ്രാറെഡ് സെൻസേഴ്സിന് മിസൈലിനെ നേരത്തെ കണ്ടെത്താൻ സാധിക്കും. അവസാനമായിട്ട് ഒരു എഞ്ചിൻ വിജയകരമായിട്ട് പരീക്ഷിച്ചു എന്നത് മാത്രം പോരാ, ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന 100ാമത്തെ എഞ്ചിനും ആദ്യത്തെ എഞ്ചിൻ പോലെ തന്നെ കൃത്യമായിട്ട് പ്രവർത്തിക്കണം. വർഷങ്ങളോളം സ്റ്റോറേജിൽ കിടന്ന ശേഷവും ബട്ടൺ അമർത്തുമ്പോൾ എഞ്ചിൻ പ്രവർത്തിക്കണം. മഴയിലും ചൂടിലും തണുപ്പിലും വൈബ്രേഷനിലും ട്രാൻസ്പോർട്ടിലും അതിൻ്റെ റിലയബിലിറ്റി നിലനിൽക്കണം. ഇതാണ് ലബോറട്ടറി സക്സസും മിലിറ്ററി ഗ്രേഡ് പ്രൊഡക്റ്റും തമ്മിലുള്ള യഥാർത്ഥ വ്യത്യാസം. അപ്പോൾ ഇന്ത്യക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടം എന്താണ്? ഒരു ഇന്ത്യൻ സ്റ്റാർട്ടപ്പ്, IIT മദ്രാസിൻ്റെ റിസർച്ച് എക്കോസിസ്റ്റം, DRDOയുടെ പരീക്ഷണ സൗകര്യം, ഇന്ത്യൻ എഞ്ചിനീയേഴ്സ്, ഇതെല്ലാം ഒരുമിച്ച് ഒരു നെക്സ്റ്റ് ജനറേഷൻ പ്രൊപ്പൽഷൻ സിസ്റ്റം വികസിപ്പിച്ചു എന്നതാണ് വലിയ കാര്യം. സുഹൃത്തുക്കളെ, റൊട്ടേറ്റിംഗ് ഡിറ്റനേഷൻ എഞ്ചിൻ എന്നുള്ളത് സാധാരണ എഞ്ചിൻ്റെ വലിപ്പം അല്പം കുറയ്ക്കുന്ന ചെറിയൊരു മാറ്റമല്ല. ഇന്ധനം കത്തിക്കുന്ന അടിസ്ഥാന രീതി തന്നെ മാറ്റാൻ ശ്രമിക്കുന്ന ഒരു പ്രൊപ്പൽഷൻ റെവല്യൂഷനാണ്. വളരെ ചെറിയ എഞ്ചിനിൽ കൂടുതൽ ഫലപ്രദമായിട്ട് എനർജി റിലീസ് ചെയ്യാൻ കഴിഞ്ഞാൽ മിസൈലുകൾ ചെറുതാക്കാം, റേഞ്ച് വർദ്ധിപ്പിക്കാം, പേലോഡ് കൂട്ടാം, ഒരേ യുദ്ധവിമാനത്തിൽ കൂടുതൽ ആയുധങ്ങൾ വഹിക്കാം. അതാണ് ഈ ചെറിയ 5 കിലോ ന്യൂട്ടൺ എഞ്ചിൻ നൽകുന്ന വലിയ സന്ദേശം. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായിട്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.